പെൻഷൻ ന്യൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവിധ സർക്കാർ അറിയിപ്പുകൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സംസ്ഥാനത്ത് സാമൂഹിക സുരക്ഷാ പെൻഷൻ കയ്യിൽ വിതരണം നേരത്തെ തന്നെ ആരംഭിച്ചിരിക്കുകയാണ്. 3200 രൂപ വീതമാണ് സഹകരണ സംഘം ഉദ്യോഗസ്ഥർ വീട്ടിലെത്തിച്ച് നൽകിക്കൊണ്ടിരിക്കുന്നത്. അതേസമയം ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ഇതുവരെയും തുക എത്തിച്ചേർന്നിട്ടില്ല. ഇന്നലെ വൈകുന്നേരത്തോടെ പെൻഷൻ എത്തുമെന്ന് പറഞ്ഞിരുന്നെങ്കിലും ഇതുവരെ ആ ഒരു തുക ലഭിച്ചിട്ടില്ല ഗുണഭോക്താക്കൾക്ക്. സാങ്കേതിക തകരാറുകളാണ് അത് കാരണമായി പറയുന്നത്. അപ്പോൾ ഇന്നോ അല്ലെങ്കിൽ നാളെയോ ആയി അക്കൗണ്ടുകളിലേക്കുള്ള വിതരണവും സജീവമാകും. എന്തായാലും ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ആയതുകൊണ്ട് തന്നെ കയ്യിൽ വിതരണത്തിന്റെ പോലെ താമസമുണ്ടാകില്ല. വിതരണം തുടങ്ങി മണിക്കൂറുകൾക്കകം ഭൂരിഭാഗം ആളുകൾക്കും ആ ഒരു തുക എത്തിച്ചേരും. 1600-ന്റെ 2 ഗഡുക്കളായിട്ടാണ് അക്കൗണ്ടുകളിൽ ക്രെഡിറ്റ് ആവുക. 1600 ആദ്യം എത്തി, പിന്നീട് മണിക്കൂറുകളുടെ വ്യത്യാസത്തിൽ 1600 കൂടി എത്തി 3200 പൂർത്തീകരിക്കും. അതേസമയം കേന്ദ്രവിഹിതം കുറവുള്ള ആളുകൾക്ക് 300, അതുപോലെ 200, 500 ഒക്കെ കുറവുള്ളവർ 2 മാസത്തേതാകുമ്പോൾ 1000, 400, 600 ഒക്കെ കുറവാണ് നേരിടുക. പിന്നീട് ഒരാഴ്ചക്കുള്ളിൽ തന്നെ ആ കുറവ് വന്ന തുക അക്കൗണ്ടുകളിൽ ക്രെഡിറ്റ് ആവും. മറ്റൊരറിയിപ്പ്, 2024 ഡിസംബർ 31 വരെ സാമൂഹിക സുരക്ഷാ ക്ഷേമനിധി ബോർഡ് പെൻഷൻ അനുവദിച്ചിട്ടുള്ള ഗുണഭോക്താക്കൾ ജൂൺ 25 മുതൽ ഓഗസ്റ്റ് 24-നകം വാർഷിക മസ്റ്ററിംഗ് നടത്തണമെന്ന് അധികൃതർ അറിയിച്ചിരിക്കുകയാണ്. അക്ഷയ കേന്ദ്രങ്ങളിലെത്തി മസ്റ്ററിംഗ് ചെയ്യുവാൻ 30 രൂപയും ഗുണഭോക്താക്കളുടെ വീടുകളിലെത്തി മസ്റ്ററിംഗ് ചെയ്യുവാൻ 50 രൂപയും ഗുണഭോക്താക്കൾ അക്ഷയ കേന്ദ്രത്തിന് നൽകിയിരിക്കണം. മറ്റൊരറിയിപ്പ്, സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വിഭാഗങ്ങൾക്ക് സ്വന്തമായി വീട് വയ്ക്കാൻ സാമ്പത്തിക സഹായം നൽകാൻ കേന്ദ്ര സർക്കാർ ആരംഭിച്ച പ്രധാനമന്ത്രി ആവാസ് യോജനയിലേക്ക് അപേക്ഷ സമർപ്പിക്കാനുള്ള തീയതി നീട്ടി നൽകിയിരിക്കുകയാണ്. 2025 ഡിസംബർ വരെയാണ് പ്രധാനമന്ത്രി ആവാസ് യോജനയിലേക്ക് അപേക്ഷകൾ സമർപ്പിക്കാൻ സാധിക്കുന്നത്. PMAY 2.0-യുടെ ഔദ്യോഗിക വെബ്സൈറ്റിലൂടെ അപേക്ഷകൾ സമർപ്പിക്കാം. സാമൂഹിക വിഭാഗം, വരുമാനം, ഭവനനില എന്നിവ അടിസ്ഥാനമാക്കിയാണ് പദ്ധതിയുടെ ആനുകൂല്യം ഗുണഭോക്താക്കൾക്ക് ലഭിക്കുന്നത്. ഗ്രാമങ്ങളിലും നഗരങ്ങളിലുമുള്ളവർക്ക് ഒരുപോലെ ഈ അവസരം പ്രയോജനപ്പെടുത്താൻ സാധിക്കും. വരും ദിവസങ്ങളിലെ ഇൻഫോർമേറ്റീവായ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.